നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോനെ, നീ ആരോട് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നത്? ആരാത്? എന്താ സംസാരിച്ചത്? എന്തൊക്കെയാ പറഞ്ഞത്? എന്താ പാറു ഇത്? ഞാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ എന്താ പ്രശ്നം? പാറുവിന് ആ അമ്മയെ നേരത്തെ പരിചയമുണ്ടോ? എനിക്കെങ്ങനെ അറിയാനാ? പിന്നെന്തിനാ എത്ര ടെൻഷനായത്? ഞാൻ തലയിൽ മുറിവ് പറ്റി ഒരു കെട്ടുമായിട്ട് ഇവിടെ നിൽക്കുന്നു. എന്നിട്ട് പാറു ചോദിക്കുന്നത് ഞാൻ സംസാരിച്ചത് ആരോടാണെന്നാ. അല്ല, ഇതെന്താ പാറുവിന് പറ്റിയത്? എനിക്ക് മനസ്സിലായി, നിനക്കെന്തോ ആക്സിഡന്റ് പറ്റി, മുറിവും ഉണ്ടായി. പക്ഷെ ഒരു സ്ത്രീയായിട്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടു. അവളെന്താ പറഞ്ഞെന്ന് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ആ അമ്മയുടെ മകനെ 10-30 വർഷം മുമ്പ് കാണാതായതാണെന്ന്. എന്റെ അതേ പ്രായമാണ് അവരുടെ മകനെന്നാ അവര് പറയുന്നത്. എന്നെ കണ്ടപ്പോൾ സ്വന്തം മകനെ ഓർമ്മ വന്നെന്ന്. അതിന്റെ ഒരു സ്നേഹം കാണിച്ചു, അത്രേ ഉള്ളൂ. വേറെന്തെങ്കിലും പറഞ്ഞു? വേറെന്ത് പറയാൻ? ആരും എന്താ ഉദ്ദേശിച്ചത്? അതല്ല, പെട്ടെന്നൊരാൾ നിന്നോട് ഇത്ര സ്നേഹം കാണിച്ചുകൊണ്ട് ചോദിച്ചതാ. ഇവിടെ ആക്സിഡന്റ് ആയിട്ട് കിടന്ന എന്നെ ആ അമ്മയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സ്വന്തം മോനെ നോക്കുന്ന പോലെ അവരെന്നെ നോക്കിയത്. പാവം, നഷ്ടപ്പെട്ടു പോയത് എന്റെ മകനെ കുറിച്ചുള്ള സങ്കടത്തിലാ ആ അമ്മ. അതുകൊണ്ട് എന്നെ സ്വന്തം മോനായിട്ട് കണ്ടോളാൻ ഞാനും പറഞ്ഞു. എന്താണ് നീ പറഞ്ഞത്? അതിനെന്തിനാ ഇപ്പൊ ഇത്ര ദേഷ്യപ്പെടുന്നത്? നോക്ക്, വേണ്ടാത്തതൊന്നും ആരോടും വിളിച്ചു പോവരുത്. നീ എന്റെ മോനാ, എന്റെ മാത്രം മോനാ. വഴി കാണുന്ന ഏതെങ്കിലും ഒരുത്തിയോട് നീ എന്തിനാ മോനെ കണ്ടോളാൻ പറഞ്ഞത്? എന്റെ പാറു, ഞാനതൊന്ന് വെറുതെ പറഞ്ഞതല്ലേ. ആഹാ, അങ്ങനെ ഇപ്പൊ വെറുതെ പറയണ്ട നീ. അതെനിക്ക് ഇഷ്ടമല്ല. ചേടാ, ഞാൻ അങ്ങനൊന്ന് പറഞ്ഞെന്ന് കരുതി അവരുടെ മകനാവോ ഞാൻ? പറയണത് പറഞ്ഞില്ലേ നിന്നോട്? എനിക്കത് കേൾക്കണ്ട. പാറു, കൂൾ ഡൗൺ. പാറു, എന്തീ ആലോചിക്കുന്നേ? അത് പിന്നെ അവളുടെ പേരെന്താണെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു? പറഞ്ഞല്ലോ, നിർമ്മല എന്നാ പറഞ്ഞത്. പാറു ഇതിന് അവരുടെ കാര്യത്തിൽ ഇത്ര കോൺഷ്യസ് ആവുന്നത്? എന്താ പാറു പ്രശ്നം? നീ അവരുടെ ഫോൺ നമ്പർ വാങ്ങിച്ചു അല്ലേ? എന്തിനാ വല്ലവരുടെ ഫോൺ നമ്പറൊക്കെ നീ വാങ്ങിക്കുന്നത്? വഴിയിൽ വെച്ചു കണ്ടവരെ അവിടെ വെച്ച് കളഞ്ഞേക്കണം. ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് ആ നമ്പർ അങ്ങ് കളഞ്ഞേ. നമ്പർ ചോദിച്ചെന്നുള്ളതൊക്കെ നേരാ, പക്ഷേ അവർക്കൊരു ഫോൺ പോലും ഇല്ല, പിന്നല്ലേ നമ്പർ? നീ എന്തിനാടാ നമ്പർ ചോദിക്കാൻ പോയത്? അതിന്റെ ആവശ്യം എന്താ നിനക്ക്? എന്റെ പാറു, ആ അമ്മയുടെ നഷ്ടപ്പെട്ടു പോയ മോനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയ ആ വിവരം അറിയിക്കാന്ന് കരുതി ഞാൻ നമ്പർ ചോദിച്ചെന്നേ ഉള്ളൂ. പല്ലുവിളുമാരൊക്കെ അവളുടെ അഹങ്കാരത്തിന് കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞിട്ട് നീയാണ് അതിനെയൊക്കെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത്. എന്താ ഇത്? അങ്ങനൊന്നും പറയില്ല പാറു. ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു പോയവരുടെ മകനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ കണ്ടറിഞ്ഞതാ, അനുഭവിച്ചതാ. സത്യം പറഞ്ഞ അവരില്ലായിരുന്നെങ്കിൽ ചോര വാർന്ന് ഞാൻ അവിടെ കിടന്നുപോയനെ. ആക്സിഡന്റ് ആയി കിടന്ന് എന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവരാ. എന്റെ ജീവൻ രക്ഷിച്ചത് അവരാ. അപ്പൊ അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അവളില്ലെങ്കിൽ എന്താ? ഇത് കാടൊന്നും അല്ലല്ലോ. ഈ റോഡ് വേറെ പല ആൾക്കാരും വരും, അവര് നിന്നെ രക്ഷിക്കുകയും ചെയ്യും. നിന്റെ കൂടെ എപ്പോഴും എന്റെ പ്രാർത്ഥനയുണ്ട്. പാറുവിന് ഇതെന്താ പറ്റിയത്? ആരെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞ പിന്നെ അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്ന ആളല്ലേ പാറു. ഇന്നെന്താ എല്ലാം ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് സംസാരിക്കുന്നത്? ഒരു പാവ സ്ത്രീയാണത്.
ഞാൻ വീണ്ടും ചോദിക്കുക, പാറുവിന് ആ അമ്മയെ നേരത്തെ അറിയോ? ഇല്ല മോനെ, ആരാണെന്ന് പോലും എനിക്കറിയില്ല. ഇങ്ങനെ ഓരോരുത്തര് പണമുള്ളവരെ കണ്ടുപിടിച്ച് മോൻ നഷ്ടപ്പെട്ടുവെന്നും നഷ്ടപ്പെട്ടു പോയ മോനെ കാത്തിരിക്കുകയാണോന്നൊക്കെ പറഞ്ഞ് സങ്കടം അഭിനയിച്ച് കൂടെ കൂട്ടും. ചതിക്കാനാ. ആ പേടി കൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഇല്ല പാറു, അവരെ അങ്ങനെ സംശയിക്കേ വേണ്ട. ആ മനസ്സ് നിറയെ സ്നേഹമാണ്, നന്മയാണ്. എന്റെ പാറു എങ്ങനെയാണോ അതുപോലെ തന്നെയാ ആ അമ്മയും. ഹോസ്പിറ്റലിൽ വെച്ച് എത്ര സ്നേഹത്തോടെ എന്നോട് പെരുമാറിയെന്നറിയോ? ഇന്നത്തെ കാലത്ത് വഴിയിൽ ചോര വാർന്ന് കിടന്നാൽ പോലും ഒരാളും തിരിഞ്ഞു നോക്കില്ല. അപ്പോഴാ ആ അമ്മ തനിച്ച് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആര് ചെയ്യൂ ഇതൊക്കെ? ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, കാറി വെച്ച് സ്വന്തം മകനെ പോലെയാ അവരെന്നെ ചേർത്ത് പിടിച്ചിരുന്നത്. മതി മതി മതി, ഒന്ന് നിർത്താവോ നിനക്ക്? വാ വീട്ടിൽ പോ. വന്നേ. ആ അമ്മയെ കുറിച്ച് ഞാൻ പറയുന്നത് പാറുവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ആദ്യം വല്ലവരെയൊക്കെ കയറി അമ്മാന്ന് വിളിക്കുന്ന ഈ സ്വഭാവം നിർത്ത നീ. അമ്മയുടെ പ്രായമുള്ള ഒരാളെ അമ്മയെന്നല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കണ്ടേ? സ്വന്തം അമ്മയായ എന്നെ നീ ഇപ്പോഴും വിളിക്കുന്നത് പാറൂന്നല്ലേ, അമ്മാന്നൊന്നും അല്ലല്ലോ. മതി, പാറു എന്നുള്ള വിളിയൊക്കെ ഇന്നത്തോടെ നിർത്തിക്കും. ഇനി മുതൽ നീ എന്നെ അമ്മാന്ന് വിളിച്ചാ മതി. അതൊക്കെ എങ്ങനെയാ പാറു? ഈ മുഖത്ത് നോക്കി എങ്ങനെയാ ഞാൻ അമ്മാന്ന് വിളിക്കുക? നീ എന്താ അങ്ങനെ പറഞ്ഞേ? നിന്റെ അമ്മയല്ല ഞാൻ. എന്നെ വേണ്ട അമ്മയെന്ന് വിളിക്ക. വിളിച്ച് ശീലിക്ക് നീ. അത് മതി ഇനി. വേറൊന്നും കൊണ്ടല്ല, ഓർമ്മ വെച്ചപ്പോ മുതൽ പാറു പാറന്ന് വിളിച്ച് ശീലിച്ചു പോയതല്ലേ. ഇപ്പൊ ഇനി ഈ പ്രായത്തിൽ അത് മാറ്റി വിളിക്കാൻ പറ്റുമോ? പറ്റും. അങ്ങനെ വിളിച്ചാ മതി നീ. വിളിച്ചേ, അമ്മ എന്നുള്ള വിളി എനിക്ക് കേൾക്കണം. ഈ പാറുവിനെ പാറു എന്നല്ലാതെ എന്ത് വിളിച്ചാലും അമ്മ എന്ന് വിളിക്കുന്ന സ്നേഹം പോലും അതിന് കാണില്ല. അത്രയ്ക്ക് സ്നേഹമുണ്ട് പാറു എന്നുള്ള ആ വിളിയില്. എന്താ മോനെ, എന്താ? നല്ല വേദനയുണ്ടോ? നല്ല കാര്യായിപ്പോയി. കണ്ട ഉടനെ ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവസാനമാണോ ചോദിക്കുന്നത്? അല്ല മോനെ, എങ്ങനെ ആക്സിഡന്റ് ഉണ്ടായത്? അതാരോ മനഃപൂർവ്വം ചെയ്തതാ. ബ്രേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന മെക്കാനിക്ക് പറഞ്ഞത്. അയ്യോ, ബ്രേക്ക് കട്ട് ചെയ്തെന്നോ? ആര്? അയ്യോ, അങ്ങനെയല്ല. വർക്ക്ഷോപ്പിൽ നേരത്തെ കാണിച്ചപ്പോഴെങ്ങാനും ടൈറ്റ് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ആയിരിക്കുമെന്ന്. അത് സാരമില്ല, ബാപ്പ നമുക്ക് പോവാം. അല്ല, പാറു എങ്ങനെ ഇവിടെ എത്തിയത്? അത് പിന്നെ ഞാനേ സൂപ്പർ മാർക്കറ്റിൽ പോകാനായിട്ട് ഒരു ഓട്ടോ പിടിച്ചു വന്നതാ. അപ്പോഴാ നിന്റെ കാർ ഇവിടെ കിടക്കുന്നത് കണ്ടത്. ഓട്ടോ അങ്ങ് പോയി. പാറു എന്തിനാ ഓട്ടോ ഒക്കെ പിടിച്ചു വരുന്നത്? അച്ഛനെ കൂടി വിളിക്കായിരുന്നില്ലേ? അത് നിന്റെ അച്ഛന് 100 തിരക്കല്ലേ. വാ, ഇവിടെ നിന്ന് സമയം കളയണ്ട, വന്നേ.